ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ശരിക്കും ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ഒരു കോഴ്സ് അല്ല. അതായത് മനുഷ്യനും ആരോഗ്യ മേഖലയും ഉള്ളിടത്തോളം കാലം ഈ ട്രെൻഡ് എന്നും അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ശരിക്കും മോഡേൺ മെഡിസിൻ മാത്രമല്ല, അലൈഡ് ആയിട്ടുള്ള ഇപ്പം ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി, ആയുഷ്, ഇനി ഇതൊന്നും അല്ലാണ്ട് കുറേ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഉണ്ട്. ഇപ്പോൾ സ്റ്റാൻഡ് ലോൺ റേഡിയോളജി സെൻറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ക്ലിനിക്സ് ഉണ്ട്, പോളി ക്ലിനിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒട്ടനവധി മേഖലകളിലേക്കുള്ള ഒരു അപ്സ്കില്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആസ് സച്ച് പറയുന്നത് തന്നെ. GCയുടെ ഇപ്പോഴത്തെ റീസെന്റ് കോൺവെക്കേഷനിൽ നമ്മൾ 636 സ്റ്റുഡൻസ് കോൺവെക്കേറ്റഡ് ആയപ്പോൾ അതിൽ 2 പേരും ഓൾറെഡി പ്ലേസ്ഡ് ആണ്. മാത്രമല്ല നമ്മൾ GCL ആസ് സച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഭൂരിഭാഗം ആൾക്കാർക്കും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹെൽത്ത് കെയർ അലൈഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് കൂടാതെ ഒരുപാട് ഈ ബിസിനസ് ആൻഡ് ഓഫീസ് ഇൻഡസ്ട്രികളിലേക്കുള്ള ഒരു എക്സ്പോഷർ. അപ്പം അതിൽ ഒരു ലേൺ വിത്ത് എക്സ്പേർട്സ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു എക്സ്പോഷർ കറക്റ്റ് ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുക എന്നുള്ളൊരു പോയിന്റും കൂടിയും ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബിസിനസ്സും ഹോസ്പിറ്റലും നിലനിൽക്കുന്നിടത്തോളം കാലം തന്നെ ഈ ഒരു കോഴ്സിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ കറക്റ്റ് എക്സാമ്പിളാണ് ഈ കോവിഡിൻ്റെ ടൈമിൽ വന്നിട്ടുള്ള ആ ഒരു ഷിഫ്റ്റ് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും. അതായത് എല്ലാ ആൾക്കാർക്കും അവരെ സ്വന്തം മേഖല എക്സിസ്റ്റ് ചെയ്യോ ഇനി നാളെ എന്താവും എന്നൊക്കെ അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേബിൾ തിങ് ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പല ആൾക്കാരെയും വന്നു.